ഓക്സിഡേഷൻ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ഓക്സിഡേഷൻ റിയാക്ഷൻസ് അതിൻ്റെ റിയേജൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എപ്പോക്സിഡേഷൻ ആണ്. എപ്പോക്സിഡേഷൻ റിയാക്ഷൻ ഓഫ് ആൽക്കീൻസ് വിത്ത് പെർ ആസിഡ്. ഓക്സിഡേഷൻ വിത്ത് പെർ ആസിഡ് നമ്മൾ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് പെർ ആസിഡ്സ് commonly represented as RCO3H. RCO2H ആണ് നമ്മൾ ആസിഡിനെ കാർബോക്സിലിക് ആസിഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ജനറലി RCO3H എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെറോക്സി ആസിഡ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഒരുപാട് പെർ ഫോമിക് ആസിഡ്, പെർ അസറ്റിക് ആസിഡ്, പെർ ബെൻസോയിക് ആസിഡ്, ട്രൈഫ്ലൂറോ പെർ അസറ്റിക് ആസിഡ്, അതേപോലെ മെറ്റാക്ലോറോ പെർ ബെൻസോയിക് ആസിഡ്, അങ്ങനെ ഒരുപാട് പെർ ആസിഡ്സ് നമ്മൾ എപ്പോക്സിഡേഷൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ ഫോർമേഷൻ, ഈ പെർ ആസിഡിന്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി RCOOH പ്ലസ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ RCO3H ഉണ്ടാവും. സാധാരണയായിട്ട് പെർ ഫോമിക് ആസിഡും പെർ അസറ്റിക് ആസിഡും ഒക്കെ ഇങ്ങനെയാണ് സിന്തസൈസ് ചെയ്യാറുള്ളത്. എങ്ങനെ? ആസിഡ് പ്ലസ് H2O2 gives പെർ ആസിഡ്. ഇനി എന്താണ് ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻ വിത്ത് പെർ ആസിഡ്? കാണുന്നുണ്ടോ? എപ്പോക്സിഡേഷൻ is a reaction in which C double bond C of an olefin is converted into an epoxide or oxyrine. 3-membered റിങ്ങിനെ നമ്മൾ ഓക്സിറൈൻ, ഓക്സിജൻ ഉള്ള റിങ്ങിനെ ഓക്സിറൈൻ എന്നാണ് പറയാം. A cyclic ether is formed. അപ്പം റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഒരു ആൽക്കീൻ പെർ ആസിഡ് കൊടുക്കുമ്പം എപ്പോക്സൈഡ് ഫോം ചെയ്തു. കോമൺലി യൂസ്ഡ് റിയേജൻസ് ആർ പെർ ആസിഡ് ഓർ പെറോക്സി ആസിഡ്, പെറോക്സൈഡ്സ് എക്സെട്ര. Addition of oxygen to C double bond C is syn stereo selective. Syn stereo selective ആണ്. ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഇവിടെ ആൽക്കീനും പെർ ആസിഡും വരുമ്പം ആൽക്കീൻ എന്ന് പറയുന്നതാണ് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ സെന്റർ, ന്യൂക്ലിയോഫൈൽ. പെർ ആസിഡിലുള്ള ഓക്സിജൻ അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, ഇലക്ട്രോഫൈല് ഓക്സിജൻ ആണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ആൽക്കീനില് സബ്സ്റ്റിറ്റ്യൂവൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൽ ഗ്രൂപ്പ് ആണല്ലോ ആൽക്കീനില് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് വരുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ് അല്ലെ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പം ഇലക്ട്രോൺ റിച്ച്നെസ്, ഈ ആൽക്കീനിന്റെ ഇലക്ട്രോൺ റിച്ച്നെസ് കൂട്ടുന്ന എന്ത് ഫാക്ടർ വരികയാണെങ്കിലും അത് മോർ ഫേവറബിൾ ഫോർ എപ്പോക്സിഡേഷൻ യൂസിങ് പെർ ആസിഡ് ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ആൽക്കീൻ എന്താണ് മോർ ഇലക്ട്രോൺ റിച്ച് ആവും. അപ്പൊ അത് മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് എപ്പോക്സിഡേഷൻ ആവും. അതുപോലെ തന്നെ പെർ ആസിഡിന്റെ കേസിൽ ഓക്സിജൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അതിൽ നിന്ന് ഇലക്ട്രോണിനെ വിത്ഡ്രോ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മോർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആക്കുന്ന എന്ത് ഫാക്ടർ വരികയാണെങ്കിലും അത് മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് എപ്പോക്സിഡേഷൻ ആയിരിക്കും. അപ്പം നമ്മളിപ്പം ബെൻസോയിക് ആസിഡും മെറ്റാക്ലോറോ ബെൻസോയിക് ആസിഡും കമ്പയർ ചെയ്യുമ്പോൾ മെറ്റാക്ലോറോ ബെൻസോയിക് ആസിഡ് ആയിരിക്കും മോർ റിയാക്റ്റീവ്. കാരണം ക്ലോറിൻ ഗ്രൂപ്പ് ഇലക്ട്രോണിനെ വിത്ഡ്രോ ചെയ്യും. അപ്പൊ അത് ഓക്സിജനെ മോർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആക്കും, ഗുഡ് ഇലക്ട്രോഫൈൽ ആക്കും. അതേപോലെ അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മളെ ട്രൈഫ്ലൂറോ പെർ അസറ്റിക് ആസിഡ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ അസറ്റിക് ആസിഡ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഈ രണ്ട് ഫാക്ടേഴ്സും വരുന്നതിനനുസരിച്ചിട്ട് റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ആൽക്കീനിന്റെ ഇലക്ട്രോൺ റിച്ച്നെസ് ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ത് വരികയാണെങ്കിലും ആൽക്കീനിന്റെ എപ്പോക്സിഡേഷൻ റേറ്റ് കൂടും. അതേപോലെ പെർ ആസിഡിന്റെ ഓക്സിജനിൽ നിന്ന് ഇലക്ട്രോണിനെ വിത്ഡ്രോ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മോർ ഇലക്ട്രോഫിലിക് ആക്കുന്ന എന്ത് ഫാക്ടറും ഇലക്ട്രോണിനെ വിത്ഡ്രോ ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂവൻസ് അതിൽ വരുമ്പം അത് മോർ ആൻഡ് മോർ റിയാക്റ്റീവ് ആവും. ഇനി the reaction is an example of a concerted process. All bonding changes occur in one step. എല്ലാ കൺസെർട്ടഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിലാണ് പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നത്. മെക്കാനിസം അപ്പുറത്ത് പറയുന്നുണ്ട്. ഇനി സിൻ സ്റ്റീരിയോ സെലക്റ്റീവ് എന്ന് പറയുന്നുണ്ട്, അതും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് അപ്പുറത്ത്. ഇനി നമുക്ക് ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പൊ കണ്ടോ, ആൽക്കീനും പെർ ആസിഡും. The reaction is believed to take place by transfer of oxygen atom from per acid to the alkene. ആൽക്കീനിലേക്ക് പെർ ആസിഡിലെ ഓക്സിജൻ ട്രാൻസ്ഫർ നടന്നിട്ട്. The reaction involves a one-step process without intermediates. ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ ഇല്ലാതെ വൺ സ്റ്റെപ്പ് പ്രോസസ്സിൽ തന്നെ പ്രൊഡക്റ്റ് ഫോർമേഷൻ ആണ്.
The epoxidation is stereospecific leading to the syn addition of oxygen. ഓക്സിജൻ ആറ്റം ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സി ഡബിൾ ബോണ്ട് സിയിലുള്ള ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് ഒരേ സൈഡിൽ നിന്ന് ഓക്സിജനിലേക്ക് രണ്ട് കാർബൺ ആറ്റത്തിൽ നിന്നും ബോണ്ട് ഫോർമേഷൻ ആണ് നടക്കുക. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിൻ അഡീഷൻ ആണ്, സ്റ്റീരിയോ സെലക്റ്റീവ് ആണ്. Epoxidation with peroxy acid is stereoselective and takes place by syn addition to the double bond, which is established by X-ray analysis. As the cis alkene gives only cis product. Cis alkene cis product മാത്രമേ തരുള്ളൂ. അതേപോലെ ട്രാൻസ് ആൽക്കീന് ട്രാൻസ് പ്രൊഡക്റ്റ് മാത്രമേ തരുള്ളൂ. Trans epoxide മാത്രമാണ് തരിക. The reaction must be concerted. The one-step mechanism retains the stereochemistry of the starting alkene. Starting alkeneന്റെ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ മാറ്റമൊന്നും വരുത്താതെ ഒറ്റ സ്റ്റെപ്പിൽ പ്രൊഡക്റ്റ് തരുന്നതുകൊണ്ട് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പം സിസ് സൊലിഫീൻ ആണെങ്കിൽ സിസ് എപ്പോക്സൈഡ് കിട്ടും, ട്രാൻസ് സൊലിഫീൻ ആണെങ്കിൽ ട്രാൻസ് എപ്പോക്സൈഡ് കിട്ടും. Epoxidation of an olefin is diastereoselective reaction. The reagent attack alkene from less hindered side. അതാണ് ഡയാസ്റ്റീരിയോസെലക്ടിവിറ്റി പറഞ്ഞത്. ഇപ്പോൾ ഒരു ആൽക്കീനിന്റെ സബ്സ്റ്റിറ്റ്യുവൻസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടാവും, അറ്റാച്ച് ചെയ്യാത്ത ഭാഗം ഉണ്ടാവും. പക്ഷേ എന്താണ്, പുതിയൊരു റിയേജന്റ് വന്ന് പുതിയ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അത് എപ്പോഴും ലെസ് എന്തുള്ള ഹിൻഡ്രൻസ് ഉള്ള ഭാഗത്തിൽ കൂടെയാണ് അത് അറ്റാക്ക് ചെയ്യുക. അപ്പം എപ്പോക്സിഡേഷൻ ഓഫ് ഒലിഫീനും അതുപോലെ തന്നെ അതിന്റെ ആൽക്കീനിന്റെ ലെസ് ഹിൻഡേർഡ് സൈഡിലാണ് ഓക്സിജൻ വന്ന് അറ്റാക്ക് നടക്കുക. എക്സാമ്പിൾ തന്നിട്ടുണ്ട് കണ്ടോ, ഒരു ആൽക്കീൻ അതിൽ MCPBA അറ്റാക്ക് നടക്കുമ്പം ലെസ് ഹിൻഡേർഡ് ഫേസിലാണ് അറ്റാക്ക് നടക്കുക. അപ്പം നമ്മളെ SI Me2PH ഒക്കെ നമ്മളെ പ്ലെയിനിന്റെ ഫ്രണ്ടിൽക്ക് വെഡ്ജ് പൊസിഷനിൽ കാണിച്ചു തന്നതുകൊണ്ട് തന്നെ എപ്പോക്സൈഡ് അപ്പോൾ ഡാഷ് പോയിന്റിലാണ് ഫോം ചെയ്യുക. ഇനി അടുത്ത സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയേ. അതില് താഴത്തേക്ക് നോക്കുമ്പം അവിടെ ആൽക്കീനിൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്, അതിന്റെ കൂടെ OH ഒക്കെ വെഡ്ജ് പൊസിഷനിലൊക്കെ ഉണ്ട്. അപ്പം എന്ന് പറഞ്ഞാല് നമ്മളെ ഡബിൾ ബോണ്ടിന്റെ താഴെ ഭാഗത്തേക്ക് സബ്സ്റ്റിറ്റ്യൂവൻസ് കൂടുതലാണ്. അപ്പം അത് എങ്ങോട്ട് ഫോം ചെയ്യും, എപ്പോക്സൈഡ് മുകളിലേക്കാണ് കൂടുതൽ ഉണ്ടാവുക. 95:5 റേഷ്യോയിലാണ് പ്രൊഡക്റ്റ് ഫോർമേഷൻ. കാണുന്നില്ലേ, അങ്ങനെയാണ് ഇത് പറയുന്നത്. പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, എപ്പോക്സിഡേഷൻ ആയിരുന്നു. ആൽക്കീനിനെ എപ്പോക്സിഡേഷൻ യൂസിങ് പെറാസിഡ്സ്. നെക്സ്റ്റ് പറയുന്നതും ഒരു എപ്പോക്സിഡേഷൻ തന്നെയാണ്. ഇതിന്റെ പേരാണ് ഷാർപ്ലെസ് അസിമെട്രിക് എപ്പോക്സിഡേഷൻ. ഇപ്പം പെർ ബെൻസോയിക് ആസിഡ് പോലെയുള്ള പെർ ആസിഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ആൽക്കീനെ എപ്പോക്സൈഡ് ആക്കി മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ടേർട്ട് ബ്യൂട്ടൈൽ ഹൈഡ്രോ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു റിയേജന്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ആൽക്കീനെ എപ്പോക്സൈഡ് ആക്കി മാറ്റാൻ പറ്റും. ഇവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് റിയേജന്റ് ആണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇപ്പം പെർബെൻസോയിക് ആസിഡിൽ പെർ ആസിഡ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, നമുക്കറിയാം സ്റ്റീരിയോ സെലക്റ്റീവ് അല്ല പ്രൊഡക്റ്റ്, പക്ഷേ നമുക്ക് സ്റ്റീരിയോ സെലക്റ്റീവ് ഐസോമേഴ്സ് ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് എ വെരി യൂസ്ഫുൾ ന്യൂ മെത്തേഡ് ഫോർ ദ അസിമെട്രിക് എപ്പോക്സിഡേഷൻ ഓഫ് അലൈലിക് ആൽക്കഹോൾ. റിയേജന്റിനും പ്രത്യേകതയുണ്ട്, റിയാക്റ്റന്റിനും പ്രത്യേകതയുണ്ട്. അലൈലിക് ആൽക്കഹോൾസിനെ ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ ഷാർപ്ലെസ്. It involves the use of tert-butyl hydroperoxide using a titanium complex as catalyst. Titanium tetraisopropyl titanium reagent ഷാർപ്ലെസ് എപ്പോക്സിഡേഷന് യൂസ് ചെയ്യുന്നത്. പിന്നെ tert-butyl hydroperoxide ടെട്രാ ഐസോപ്രോപ്പൈൽ ടൈറ്റാനിയം എന്ന് പറയുന്ന റിയേജന്റും. Sharpless epoxidation is an enantioselective and diastereoselective epoxidation of allylic alcohol. Allylic alcohol inde epoxidation ആണ്, ആൽക്കീനിന്റെ അല്ല. Stoichiometric oxidant is hydroperoxide, usually tert-butyl hydroperoxide in presence of catalyst titanium. It allows the enantioselective epoxidation of prochiral allylic alcohol. The asymmetric induction is achieved by adding an enantiomerically enriched tartarate derivative. അപ്പം tert-butyl hydroperoxide വേണം, അതിൻ്റെ കൂടെ കാറ്റലിസ്റ്റ് ആയിട്ട് ടൈറ്റാനിയത്തിന്റെ ടെട്രാഐസോപ്രോപ്പൈൽ ടൈറ്റാനിയം വേണം.
അതിൻ്റെ കൂടെ ഒരു എനാൻഷ്യോമെറിക്കലി എൻറിച്ച്ഡ് ടാർട്ടറേറ്റിൻ്റെ ഡെറിവേറ്റീവ് വേണം. ഈ ടാർട്ടറേറ്റ് ഡെറിവേറ്റീവിൻ്റെ എനാൻഷ്യോമർ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഫോം ചെയ്യുന്ന എപ്പോക്സൈഡിൻ്റെ ഏത് ഐസോമറാണ് ഫോം ചെയ്യുക, വെഡ്ജിലാണോ ഡാഷിലാണോ എപ്പോക്സൈഡ് ഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. The stereochemistry of the resulting epoxide is determined by the diastereomer of the chiral tartarate diester. Usually diethyl tartarate or diisopropyl tartarate are employed in the reaction. ഇനി ഇതിൻ്റെ ഏത് വരുമ്പം ഏത് രീതിയിലുള്ള എപ്പോക്സൈഡ് ആണ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. അപ്പം അത് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മളെ അലൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് സിയുടെ ഓറിയന്റേഷൻ എങ്ങനെയാണ് അത് നിൽക്കുന്നതെന്നും അത് കഴിഞ്ഞിട്ട് CH2OH എങ്ങനെയാണ് ഓറിയന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആദ്യം നമ്മൾ പറയണം. അപ്പം നമ്മളെ ഈ ഫിഗറിൽ തന്നിട്ടുണ്ട് കണ്ടോ, CH2 ഡബിൾ ബോണ്ട് CH2OH. അത് നമ്മളെ ഇപ്പുറത്തെ ഒരു കൈ തന്നത് കണ്ടോ, ആ കയ്യിൽ ചൂണ്ടുവിരലിന്റെ ഭാഗമാണ് എന്ത് നമ്മളെ C ഡബിൾ ബോണ്ട് C ബോണ്ട്. അത് കഴിഞ്ഞിട്ട് CH2 തന്തവിരലിന്റെ ഭാഗത്തേക്ക് വലിയ തന്തവിരലിന്റെ ഭാഗത്തേക്ക് OH. ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടതേ കയ്യിൽ നീട്ടുകയാണെങ്കിൽ ചൂണ്ടുവിരലിന്റെ ഭാഗം C ഡബിൾ ബോണ്ട് C, പിന്നെ സെൻട്രലിലുള്ള കുഴി CH2, തന്തവിരലിന്റെ ഭാഗം OH. ഇങ്ങനെയാണ് നമ്മളെ അലൈൽ ആൽക്കഹോൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം മൈനസ് ഡൈഇഥൈൽ ടാർട്ടറേറ്റ് വരുമ്പം മുകളിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുക, പ്ലസ് ഡൈഇഥൈൽ ടാർട്ടറേറ്റ് വരുമ്പോൾ താഴെ നിന്നാണ് അപ്രോച്ച് ചെയ്യുക. കണ്ടോ ബുക്കിൽ ഇതേപോലെ കോൺഫിഗറേഷൻ ആണ് നമ്മളെ ബുക്കിൽ തന്നിട്ടുള്ള ആ എക്സാമ്പിൾ. എനാൻഷ്യോ സെലക്റ്റീവ് എപ്പോക്സൈഡ് ആണ് ഫോം ചെയ്യുക അലൈൽ ആൽക്കഹോളിന്. അപ്പം മൈനസ് ആവുമ്പം മുകളിൽ നിന്ന് അപ്രോച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ എപ്പോക്സൈഡ് എങ്ങനെയാവും, വെഡ്ജ് പൊസിഷനിലാണ് എപ്പോക്സൈഡ് ഉണ്ടാവുക. അതേസമയം ഇപ്പുറത്ത് നോക്കിയേ, പ്ലസ് ഡൈഇഥൈൽ ടാർട്ടറേറ്റ് ആവുമ്പം ഡാഷ് പൊസിഷനിലാണ് എപ്പോക്സൈഡ് ഫോം ചെയ്യുന്നത്. ഇത് ഓർത്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള എക്സാമ്പിൾസ് പറയാൻ. അപ്പൊ ഇനിയിപ്പം ഈ ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് സിയും CH2OH ഈ പറഞ്ഞതിന്റെ നമ്മൾ ഈ കൈ പിടിച്ച് കാണിച്ചെന്ന കോൺഫിഗറേഷൻ ഉണ്ടല്ലോ, ഇതിന്റെ നേരെ തിരിച്ചാ കിടക്കുന്നതെന്നുണ്ടെങ്കിലോ, തിരിച്ചു കിടക്കുമ്പം പ്ലസ് വരുമ്പം വെഡ്ജ് ഫോം ചെയ്യും, ഡാഷ് വരുമ്പം പ്ലസ് വരുമ്പം വെഡ്ജ് ഫോം ചെയ്യും, അതേപോലെ മൈനസ് വരുമ്പം ഡാഷും ഫോം ചെയ്യും. അപ്പം ആദ്യം നമ്മൾ ഈ അലൈൽ ആൽക്കഹോളിന്റെ നൃത്തം എങ്ങനെയാന്നുള്ളത് പഠിക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പ്ലസിനും മൈനസിനും നമുക്ക് ഇന്ന ഐസോമർ എന്ന് പറയാൻ പറ്റുക. ഇനി ഇതിന് തിരിഞ്ഞു വരുമ്പം അവിടെ നമ്മൾ ഐസോമർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റും തിരിഞ്ഞു വരും. അപ്പം ഇവിടെ ഇപ്പൊ കണ്ടോ, ഇവിടെ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞത് നമ്മൾ ഈ കൈയിന്റെ കോൺഫിഗറേഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പഠിച്ച പോലെ തന്നെയുള്ള കോൺഫിഗറേഷനിലാണ് ആൽക്കീന് വരുന്നത്. C ഡബിൾ ബോണ്ട് C മുകൾക്ക്, അത് കഴിഞ്ഞിട്ട് CH2OH. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കിട്ടും. നെക്സ്റ്റ് ഇതിങ്ങനെ അല്ലാണ്ട് നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളും കൂടെ നോക്കാം. ഇവിടെ രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഓരോന്നിലും നോക്കിയേ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും എടുത്ത് നോക്കണം. എപ്പോക്സൈഡിന് നമുക്ക് ഡയോളായിട്ടും അമിനോ ആൽക്കഹോളായിട്ടും ഈതറായിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ അസിമെട്രിക് എപ്പോക്സിഡേഷനിൽ ഹൈ എനാൻഷ്യോമെറിക് എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ തന്നെയാണ്. ഇനി അടുത്തത് നോക്കിയേ, അടുത്തതിന് നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കുക. ഇവിടെയുള്ള അലൈൽ ആൽക്കഹോളിൻ്റെ പാർട്ട് നോക്കുക. ഇവിടെ നമുക്ക് എങ്ങനെ നോക്കിയാലും നമ്മളെ ഇടത്തെ കൈയിനെ നമ്മൾ ആ പിടിച്ച കോൺഫിഗറേഷനിൽ നമുക്ക് ഈ അലൈൽ ആൽക്കഹോളിനെ പിടിക്കാൻ കഴിയില്ല, അത് നേരെ തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ പ്ലസ് DET വരുമ്പം എന്ത് പൊസിഷനിൽ കിട്ടും, നമുക്ക് വെഡ്ജ് പൊസിഷനിലുള്ള എന്ത് കിട്ടും, വെഡ്ജ് പൊസിഷനിൽ എപ്പോക്സൈഡ് കിട്ടും. ഇനി സെക്കൻഡ് പ്രൊഡക്റ്റും നമുക്ക് ഇടത്തെ കൈയിനാണോ വലത്തെ കൈയിനാണോ മാച്ച് ആവുന്നത് നോക്കിയാൽ മതി. സെക്കൻഡ് പ്രൊഡക്റ്റും നമുക്ക് ഏത് ഇതിനാ മാച്ച് ആവുന്നത്, വലത്തെ കൈയിനാണ് മാച്ച് ആവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഇടത്തെ കൈയിന് മാച്ച് ആയിട്ടുണ്ടാകുമ്പോഴാണ് നമ്മൾ പ്ലസ് ആവുമ്പോൾ താഴെന്നും മൈനസ് ആവുമ്പോൾ മുകളിൽ നിന്ന് പഠിച്ചു വെച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് യൂസ് ചെയ്യുമ്പം മുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വെഡ്ജ് എപ്പോക്സൈഡ് ആണ് കിട്ടുക. ഇനി അടുത്ത പ്രൊഡക്റ്റ് നോക്കിയേ, അടുത്തതും നമുക്ക് ഇടത്തെ കൈയിന്
മാച്ച് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്നത് -DET ആണ്. -DET വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇടത്തെ കൈയിനല്ല, സോറി, വലത്തെ കൈയിന് കണക്കാക്കിയിട്ടാണ് നമുക്ക് അവിടെ കിട്ടുക. നമ്മൾ പറഞ്ഞ കോൺഫിഗറേഷനിലല്ല, ഓപ്പോസിറ്റ് കോൺഫിഗറേഷനിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ -DET എടുത്താൽ നമുക്ക് ഡാഷ് എപ്പോക്സൈഡ് ആണ് കിട്ടുക. ഇങ്ങനെ ഓരോന്നും എടുത്ത് നോക്കാം. ഇനി ലാസ്റ്റ് ഒന്നത് തന്നിട്ടുണ്ട് കണ്ടോ, നമ്മൾ പറഞ്ഞ അതേ കോൺഫിഗറേഷനാണ്. മുകളിലേക്ക് C++CH2OH. അപ്പോൾ പ്ലസ് ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡാഷ് പൊസിഷനിലുള്ള എപ്പോക്സൈഡ് കിട്ടും. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. നെറ്റിനൊക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഫിക്സ് ചെയ്തത്, ആ ബുക്ക് ഒരു ടെക്സ്റ്റ് തന്നിട്ടില്ലേ, ഞാൻ ഒരു പേജ് തന്നിട്ട് അതിൻ്റെ കോൺഫിഗറേഷൻ പറഞ്ഞില്ലേ, അത് പഠിച്ചു വെക്കുക. എന്നിട്ട് പിന്നെ അതേ കോൺഫിഗറേഷനിലാണോ അല്ലെങ്കിൽ ആൽക്കഹോൾ വരുന്നത്, ഓപ്പോസിറ്റ് ആണോ നോക്കിയാൽ മതി. എന്നിട്ട് പിന്നെ പ്ലസ് ആണോ മൈനസ് ആണോ നമ്മളെ ടാർട്ടറേറ്റിൻ്റെ ഇനാൻഷ്യോമർ നോക്കുക, പ്രൊഡക്റ്റ് കൺഫേം ചെയ്യുക. ഇത് നെറ്റിനൊക്കെ ഇഷ്ടം പോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ ഇപ്പം നമ്മൾ പഠിച്ച ഓക്സിഡേഷൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇത് എങ്ങനെയാണ് വരിക എന്നുള്ളത് വിത്ത് മെക്കാനിസം നിങ്ങൾക്ക് അറിയണില്ലേ, ഓർക്കാൻ പറ്റണില്ലേ എന്നുള്ളതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. എന്തോ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇത്ര മതിയല്ലോ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ബെയർ-വില്ലിഗർ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ബെയർ-വില്ലിഗർ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു റീഅറേഞ്ച്മെന്റ് ഇൻവോൾവിംഗ് മൈഗ്രേഷൻ ടു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഓക്സിജൻ ടൈപ്പ് റിയാക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഓക്സിജനിലേക്ക് മൈഗ്രേഷൻ നടക്കുന്ന റീഅറേഞ്ച്മെന്റ് ഉള്ള ടൈപ്പ് റിയാക്ഷൻ ആണ് ബെയർ-വില്ലിഗർ ഓക്സിഡേഷൻ. അപ്പം ബെയർ-വില്ലിഗർ ഓക്സിഡേഷൻ, ഓൾസോ നോൺ ആസ് ബെയർ-വില്ലിഗർ റീഅറേഞ്ച്മെന്റ്, വാസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ഓൺ December 1, 1899 ബൈ അഡോൾഫ് ബെയർ ആൻഡ് വിക്ടർ വില്ലിഗർ. അതുകൊണ്ടാണ് ബെയർ-വില്ലിഗർ ഓക്സിഡേഷൻ എന്ന് പേര് വന്നത്. They referred to the oxidation of menthone and tetrahydrocarbon by monoperoxy sulfuric acid. മോണോപെറോക്സി സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് അവർ റിപ്പോർട്ട് ചെയ്ത ഓക്സിഡേഷൻ എന്ന് പറയുന്നത് മെന്തോണും ടെട്രാഹൈഡ്രോകാർബോണും ആണ്. It is a popular synthetic tool for the conversion of cyclic ketone to lactone and acyclic ketone to ester. കീറ്റോൺസിനെ എസ്റ്റേഴ്സ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് ഇവിടെ ബെയർ-വില്ലിഗർ ഓക്സിഡേഷനിൽ വരുന്നത്. അപ്പം ചിത്രത്തിലേക്കൊന്ന് നോക്കിയേ. മെന്തോണും ടെട്രാഹൈഡ്രോകാർബോണും പറഞ്ഞല്ലോ. മെന്തോൺ പറഞ്ഞ ഒരു സൈക്ലിക് കീറ്റോണ്. അപ്പം കീറ്റോണിനെ എസ്റ്റർ ആക്കുക, അത് സൈക്ലിക് കീറ്റോൺ ആകുമ്പോൾ സൈക്ലിക് എസ്റ്റർ, ദാറ്റ് ഈസ് ലാക്ടോൺ ആയി മാറുന്നു മാത്രം. അപ്പോൾ ഇവിടെ ഇനീഷ്യലി റിപ്പോർട്ട് ചെയ്തത് ബെയറും വില്ലിഗറും ഇനീഷ്യലി റിപ്പോർട്ട് ചെയ്തത് മെന്തോണും ടെട്രാഹൈഡ്രോകാർബോണും ആണ്. അപ്പോൾ ഒരു കാർബണൈൽ കോമ്പൗണ്ടിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഓക്സിജൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ. 6 മെമ്പേർഡ് കാർബണൈൽ കോമ്പൗണ്ട് ഒരു 7 മെമ്പേർഡ് ലാക്ടോൺ ആയിട്ടാണ് മാറിയത്. അപ്പോൾ കാർബണൈൽ ഗ്രൂപ്പിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഓക്സിജൻ ഇൻസേർട്ട് ചെയ്യുക. അതാണ് ഇവിടെ റിയാക്ഷൻ. ഓവറോൾ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് അതാണ് സംഭവിക്കുന്നത്. പിന്നെ ഇവിടെ ബെയർ-വില്ലിഗർ ഓക്സിഡേഷൻ നടക്കാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന റിയേജൻസ്, ഇപ്പം നമ്മൾ ഓക്സിഡേഷൻ നടത്താൻ യൂസ് ചെയ്ത റിയേജൻസ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നല്ലോ, H2O2, അതുപോലെ പിന്നെ പെറാസിഡ്സ്, അതുപോലെയുള്ള റിയേജന്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. പെറാസിഡ്സ് അല്ലെങ്കിൽ H2O2, കാരോസാസിസ് എന്ന് പറഞ്ഞാൽ പെറോക്സി സൾഫ്യൂരിക് ആസിഡ്, പിന്നെ നമ്മൾ അവിടെ പെറാസിഡിൽ പറഞ്ഞ പെർ അസറ്റിക് ആസിഡ്, പെർ ബെൻസോയിക് ആസിഡ്, ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ്, പെർഫോമിക് ആസിഡ്, മെറ്റാക്ലോറോ പെർബെൻസോയിക് ആസിഡ് പോലെയുള്ള എല്ലാ പെർ ആസിഡ്സും ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അസറ്റോഫിനോണിനെ നമ്മൾ ബെയർ-വില്ലിഗർ ഓക്സിഡേഷൻ നടത്തിയാൽ നമുക്ക് ഫീനൈൽ അസറ്റേറ്റ് എസ്റ്റർ അല്ലേ ഫോം ചെയ്യും. ഇനി with carous acid the rearrangement step is much faster than with peracetic acid. Peracetic acidum
കാരോസ് ആസിഡും കമ്പയർ ചെയ്യുമ്പോൾ കാരോസ് ആസിഡ് ആണ് ഫാസ്റ്റർ റിയാക്ഷൻ. കാരണം കാരോസ് ആസിഡിൽ ലിവിങ് ഗ്രൂപ്പ്, ബെറ്റർ ലിവിങ് ഗ്രൂപ്പ് ആണ് സൾഫേറ്റ് അല്ലേ, കാരോസ് ആസിഡിൽ ലിവിങ് ഗ്രൂപ്പ് ഉണ്ടാവുക. ഈസ് എ ബെറ്റർ ലിവിങ് ഗ്രൂപ്പ് ദാൻ അസറ്റേറ്റ്. പെറസറ്റിക് ആസിഡിൽ അസറ്റേറ്റ് ആണ് ലിവിങ് ഗ്രൂപ്പ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഓക്സിജനിലേക്കാണ് മൈഗ്രേഷൻ നടക്കുന്നത്, റീഅറേഞ്ച്മെന്റ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അപ്പം ഇലക്ട്രോൺ ഡെഫിഷ്യൻസി, നമ്മളെ പെർ ആസിഡിന്റെ ഇലക്ട്രോണിലുള്ള ഓക്സിജന്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിക്കുന്ന എന്ത് ഫാക്ടറും ഈ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പം ഇവിടെ ഓക്സിജനിൽ നിന്ന് ഇലക്ട്രോണിനെ വിത്ഡ്രോ ചെയ്യുന്ന ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂവൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പെർ ആസിഡ്സ് റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ട്രൈഫ്ലൂറോ പെറസെറ്റിക് ആസിഡും പെറസെറ്റിക് ആസിഡും, അതിൽ ഫ്ലൂറോ പെറസെറ്റിക് ആസിഡിന്റെ റിയാക്ഷൻ റേറ്റ് ഈസ് 200 times ഫാസ്റ്റർ ദാൻ പെറസെറ്റിക് ആസിഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ സെന്ററിലേക്ക് മൈഗ്രേഷൻ അല്ലേ, റീഅറേഞ്ച്മെന്റ് ആണ് നടക്കുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പ് മൈഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് എന്തായിരിക്കണം? ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം. കാരണം ചെല്ലുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ സെന്ററിലേക്കാവുമ്പോൾ വരുന്ന ആൾ ഇലക്ട്രോൺ റിച്ച് ആവണം. അപ്പൊ ഈ വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇലക്ട്രോൺ റിച്ച്നെസ് ഇൻക്രീസ് ചെയ്യുന്ന എന്ത് ഫാക്ടർ ഉണ്ടെങ്കിലും അത് മോർ ഫേവറബിൾ കണ്ടീഷൻ ആയിരിക്കും, നമ്മളെ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മൾ റിയാക്ഷന്റെ മെക്കാനിസം പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്ക് ബെയർ വിനിഗർ റിയാക്ഷന്റെ റീഅറേഞ്ച്മെന്റ് ഈസ് നോട്ട് ക്ലിയർ, അതിന്റെ മെക്കാനിസം ഈസ് നോട്ട് ക്ലിയർ. ഹൗവർ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ആസ് ഫോളോസ്. ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളെ കാർബണൈൽ കോമ്പൗണ്ടിന്റെ പ്രോട്ടോണേഷൻ ഓഫ് കാർബണൈൽ ഓക്സിജൻ വിൽ ടേക്സ് പ്ലേസ്. ഇനി the addition of per acid to the initially protonated ketone give a tetrahedral intermediate. ആ ടെട്രാഹെഡ്രൽ പ്രോട്ടോനേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ടിലേക്ക് പെർ ആസിഡ് കോർഡിനേഷൻ നടന്നിട്ട് കിട്ടിയ ടെട്രാഹെഡ്രൽ ഇന്റർമീഡിയറ്റ്, ഈ ഇന്റർമീഡിയറ്റിനെയാണ് ക്രിഗി ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. CRIEGEE ഇന്റർമീഡിയറ്റ്, ക്രിഗി ഇന്റർമീഡിയറ്റ്. പിന്നെ എലിമിനേഷൻ ഓഫ് കാർബോക്സിലേറ്റ് ആനയോൺ and migration of R to the electron deficient oxygen atom occurs simultaneously. ഇനി ഇവിടുന്ന് ഈ ഉണ്ടായ ക്രിഗി ഇന്റർമീഡിയറ്റില് ആ ഓക്സിജനിലേക്ക് ഒരു R ഗ്രൂപ്പ് മൈഗ്രേഷൻ നടക്കണം. അതിന്റെ കൂടെ തന്നെ ആ ഓക്സിജന്റെ അപ്പുറത്തുള്ള പെറസെറ്റിക് ആസിഡിന്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ, അസറ്റേറ്റ് അല്ലെങ്കിൽ ട്രൈഫ്ലൂറോ അസറ്റേറ്റ്, ഇങ്ങനെ ആ ആസിഡിന്റെ ബാക്കി ഭാഗം എലിമിനേഷനും അത് സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കും. The resulting protonated form of ester, ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? പ്രോട്ടോനേറ്റഡ് ഫോം ഓഫ് എസ്റ്റർ കിട്ടി. അതിൽ നിന്ന് ലോസസ് എ പ്രോട്ടോൺ ടു yield എസ്റ്റർ, അതിൽ നിന്ന് ഹൈഡ്രജൻ ലോസ് ചെയ്ത് നമ്മളെ എസ്റ്റർ ഫ്രീ ആവും. Thus the reaction involves a migration of alkyl or aryl groups from adjacent carbon to the electrophilic oxygen. As the leaving group carboxylate anion departs, partial positive charge develops at oxygen atom and 1,2 alkyl shift from adjacent carbon to oxygen takes place. ഓക്സിജനിലേക്ക് തൊട്ടപ്പുറത്തുള്ള ആർ ഗ്രൂപ്പ് മൈഗ്രേറ്റ് ചെയ്യുക. 1,2 ആൽക്കൈൽ ഷിഫ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. പിന്നെന്തൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്? It is believed that the loss of carboxylate anion and migration of R group is concerted. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഒന്നുകൂടെ നോക്കാം. ഇവിടെ എന്തൊക്കെ പറയുന്നത്? ഇനീഷ്യൽ പ്രോട്ടോനേഷൻ ഓഫ് കാർബണൈൽ ഓക്സിജൻ ഈസ് ഫോളോഡ് ബൈ അഡീഷൻ ഓഫ് പെർ ആസിഡ് ടു yield an adduct which undergo rearrangement where the R group migrates to electron deficient oxygen. This is followed by deprotonation. ഒറ്റ സ്റ്റെപ്പിലെല്ലാം പറഞ്ഞു. Salient points are retention of stereochemistry by the migrating group. അതാണ് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്. ഇപ്പം stereochemistry of bare vinegar oxidation is same as that of carbon to nitrogen rearrangement. The stereochemistry of bare vinegar oxidation is same. The ketone in which migrating group has the asymmetric center gives product with complete retention of configuration. ഒരു സ്റ്റീരിയോജനിക് സെന്റർ, അസിമെട്രിക് സെന്റർ ഉള്ള റിയാക്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ
ഇതിൽ റിയാക്ഷൻ ബെയർ വില്ലിഗർ ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും അതിൻ്റെ സ്റ്റീരിയോ സെന്ററിൻ്റെ കോൺഫിഗറേഷന് മാറ്റമൊന്നും ഉണ്ടാവില്ല. റീടെൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത് എന്നർത്ഥം. പിന്നെന്താണ് നമുക്ക് ഇനി പറയാനുള്ളത്? റിറ്റൻഷൻ ഓഫ് സ്റ്റീരിയോ കെമിസ്ട്രി നമ്മൾ പറഞ്ഞു. മൈഗ്രേഷൻ ഈസ് കൺസേർട്ടഡ് വിത്ത് ഡിപ്പാച്ചർ ഓഫ് ദ ലിവിംഗ് ഗ്രൂപ്പ്. ദ കൺസേർട്ടഡ് സ്റ്റെപ്പ് ഈസ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. നമ്മളെ ആൽക്കൈൽ ഗ്രൂപ്പ് ഓക്സിജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യലും അതേപോലെ ലിവിംഗ് ഗ്രൂപ്പ് ഡിപ്പാച്ച് ചെയ്യലും കൺസേർട്ടഡ് സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞു. മൈഗ്രേറ്റിംഗ് പിന്നെ പറയാനുള്ളത് മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പ് വിത്ത് ഗ്രേറ്റർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പവർ. ഇത് നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഓക്സിജൻ സെൻറ്ററിലേക്കാണ് മൈഗ്രേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വരുമ്പം ഇലക്ട്രോൺ റിച്ച് ഗ്രൂപ്പാണ് മൈഗ്രേഷൻ നടത്തുക. Migrating group with greater electron donating power have correspondingly higher migratory aptitude because the increasing ability to stabilize a positive charge in the transition state. This renders stereo selectivity to the oxidation of unsymmetrical lactone. General order of migration is tertiary alkyl group and the migration rate is greater than cyclohexyl group, which is greater than secondary alkyl group, which is greater than benzyl, which is greater than phenyl, is greater than primary alkyl, greater than H. അപ്പം മൈഗ്രേഷൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഫോർ മൈഗ്രേഷൻ എമോങ് ആൽക്കൈൽ ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടേഴ്ഷ്യറി ആണ് സെക്കൻഡറിനേക്കാളും വേഗം മൈഗ്രേറ്റ് ചെയ്യുക, പിന്നെ പ്രൈമറി, പിന്നെ മീഥൈൽ ഗ്രൂപ്പ്, ഏറ്റവും അവസാനം ഹൈഡ്രജൻ. ഇനി അറൈൽ ഗ്രൂപ്പ് മൈഗ്രേറ്റ്സ് ഇൻ പ്രിഫറൻസ് ടു മീഥൈൽ ആൻഡ് പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ്. In arrayl series, migration is facilitated by electron releasing para substituent. Thus, ഇപ്പം നമ്മൾ അറൈൽ ഗ്രൂപ്പും സബ്സ്റ്റിറ്റ്യൂട്ടഡ് അറൈൽ ഗ്രൂപ്പുകളും കമ്പയർ ചെയ്യുമ്പം പാരാമെത്തോക്സി ബെൻസീനും പാരാനൈട്രോ ബെൻസീനും നോക്കുമ്പം പാരാമെത്തോക്സി ബെൻസീനാണ് ആദ്യം മൈഗ്രേറ്റ് ചെയ്യുക. കാരണം മെത്തോക്സി എന്ന് പറയുമ്പം അത് ഇലക്ട്രോണിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ആളാണ്. പിന്നെ ബെൻസീൻ പാരാനൈട്രോ പറയുമ്പം ഇലക്ട്രോൺ ഡെൻസിറ്റി പുറത്തേക്ക് വലിച്ചെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇലക്ട്രോൺ റിച്ച്നെസ് കുറക്കുന്ന ആളാണ് നൈട്രോ. അതുകൊണ്ട് പാരാനൈട്രോ ബെൻസീൻ്റെ മൈഗ്രേറ്ററി ആപ്റ്റിറ്റ്യൂഡ് ഏറ്റവും കുറവായിരിക്കും. പിന്നെ എന്താണ് പറയാനുള്ളത്? മൈഗ്രേഷൻ ഈസ് ഫേവേർഡ് വെൻ ദ മൈഗ്രേറ്റിംഗ് ഗ്രൂപ്പ് ഈസ് ആന്റി പെരിപ്ലനാർ ടു ദ OO ബോണ്ട് ഓഫ് ദ ലിവിംഗ് ഗ്രൂപ്പ്. ദിസ് ഈസ് നോൺ ആസ് ദ പ്രൈമറി സ്റ്റീരിയോ ഇലക്ട്രോണിക് എഫക്ട്. പെർ ആസിഡിലുള്ള OO ഗ്രൂപ്പിന് ആന്റി പെരിപ്ലനാർ ആയിട്ടുള്ള ഗ്രൂപ്പാണ് മൈഗ്രേറ്റ് ചെയ്യുക. സൈക്ലിക് കീറ്റോൺസ് ഇപ്പം നമ്മൾ ബെയർ വില്ലിഗറിൻ്റെ മെക്കാനിസത്തിൽ നമ്മൾ പറഞ്ഞു അവർ കാർബോണും സൈക്ലിക് കീറ്റോൺ ആണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തുള്ളത്, മെന്തോണും ടെട്രാഹൈഡ്രോ കാർബോണും. അപ്പം സൈക്ലിക് കീറ്റോൺസ് എന്താണ്? സൈക്ലിക് എസ്റ്റേഴ്സ് ആയിട്ട് മാറും. സൈക്ലിക് എസ്റ്റേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ലാക്ടോൺസ്. ആസ് മെൻഷൻഡ് ഇൻ ദ ഒറിജിനൽ വർക്ക് ഓഫ് ബെയർ ആൻഡ് വില്ലിഗർ, കൺവേർഷൻ ഓഫ് മെന്തോൺ ആൻഡ് ടെട്രാഹൈഡ്രോ കാർബോൺ. ഇനി the scope of lactonization has dramatically increased through the application of microbial Bayer vinegar monoxygenase, ionic liquids and modern reagent system involving mesoporous magnesium aluminium mixed oxides. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ഇവിടെ. അപ്പം എക്സാമ്പിൾ തരുമ്പം നമ്മൾ നോക്കേണ്ടത് ഏത് ആൽക്കൈൽ ഗ്രൂപ്പാണ് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കണം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എസ്റ്ററിൻ്റെ ഓക്സിജൻ എവിടെയാണ് കയറുന്നത് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് സൈക്ലോഹെക്സനോൺ, അത് സിംപ്ലി ലാക്ടോൺ ആയിട്ട് മാറും. സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സനോൺ ആണ്. അപ്പോൾ അവിടെ ഇലക്ട്രോൺ റിച്ച് ആൽക്കൈൽ ഗ്രൂപ്പാണ് ഓക്സിജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഈ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉള്ള ഭാഗമാണ് നമ്മളെ പുതിയ ഓക്സിജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ഇനി തേർഡ് വൺ നോക്കിയേ. തേർഡ് വണ്ണും അതേപോലെ തന്നെ ഇലക്ട്രോൺ റിച്ച് ഭാഗമാണ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉള്ള ഭാഗമാണ് ഓക്സിജനുള്ള സൈഡിലേക്ക് മൈഗ്രേഷൻ നടക്കുക. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ബെയർ വില്ലിഗർ ഓക്സിഡേഷനിൽ പറയാനുള്ളത്. ഓക്കെ, തൽക്കാലം ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്തതൊരു പുതിയ ക്ലാസ് ആയിട്ട് ചെയ്യാം. താങ്ക് യു.